ഒരിക്കൽ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അവർക്ക് ഒരുപാട് വല്ലാതെ വേദനിക്കുന്നൊരു തലവേദന വന്നു. തലവേദന കാഠിന്യം കൊണ്ട് ഹസൻ തങ്ങൾ എന്ത് ചെയ്തു, ഒരു തട്ടമെടുത്ത് തലക്കങ്ങ് കെട്ടി. തലവേദന വന്നാൽ തലക്ക് കെട്ടൂല, അതേപോലെ അങ്ങനെ കെട്ടി. ഇങ്ങനെ റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ അവരെ കണ്ടു. ഇത് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ തലയിൽ കെട്ടിയെന്ന്. അപ്പോൾ ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു, തലവേദന കാരണമാണ്. അപ്പോൾ റാബിയത്തുൽ അദവി അവർ മഹദി ചോദിച്ചു, ഈ തലവേദന എപ്പോഴും വരാറുണ്ടോ എന്ന് ചോദിച്ചു. ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു, ഇല്ല, അള്ളാഹു എനിക്ക് നല്ല ആരോഗ്യം തന്ന് അനുഗ്രഹിച്ചിരുന്നു. കുറേ വർഷത്തിന് ശേഷം ആണ് ഇങ്ങനത്തെ ഒരു കടുപ്പമുള്ള തലവേദന എന്ന് പറഞ്ഞു. അപ്പോൾ റാബിയത്തുൽ അദവി ഒരു മനോഹരമായ ഒരു മറുപടി പറഞ്ഞു. മഹദി പറഞ്ഞു, വല്ലാത്ത അത്ഭുതം തന്നെ നിങ്ങളുടെ കാര്യം. അള്ളാഹു ഇത്ര വർഷം നല്ല ആരോഗ്യം തന്നു, പക്ഷെ ഒരു വേദന നിങ്ങൾക്ക് തന്നപ്പോൾ അത് പരസ്യമാക്കിയോ, നിങ്ങൾ ആ വേദന അഡ്വർടൈസ് ചെയ്യണം, അല്ലെങ്കിൽ അത് തലക്കെട്ടിട്ട് ആൾക്കാരെ അറിയിക്കുകയാണോ എന്ന് ചോദിച്ചാൽ, അള്ളാഹു ഇത്ര കൊല്ലം നിങ്ങൾക്ക് നല്ല ആരോഗ്യം തന്നു, ഇപ്പോൾ ഒരു വേദന വന്നപ്പോൾ നിങ്ങൾ തലയിൽ കെട്ടിയിട്ട് എനിക്ക് വേദന എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ അറിയിക്കുകയാണോ എന്ന് ചോദിച്ചു. ഇത് കേട്ട് ഹസൻ തങ്ങൾ വല്ലാതെ വിഷമമായി. അന്ന് മുതൽ ഒരിക്കലും പിന്നെ തങ്ങൾ ഒരു ബുദ്ധിമുട്ടിനെ ചൊല്ലി കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല, ആരോടും ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. ഒരുപാട് പ്രയാസങ്ങളുള്ള നമുക്ക് അള്ളാഹു തന്ന ഒരുപാട് അനുഗ്രഹങ്ങളെ മറന്ന് എന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന സമയത്ത് അതെല്ലാവരെയും വിളിച്ചറിച്ച് പാട്ടുപാടി നടക്കും, അത് അഡ്വർടൈസ് ചെയ്ത് നടക്കും. പക്ഷെ അള്ളാഹു തന്ന നന്മകൾ അത് മറക്കും. അപ്പോൾ എപ്പോഴെങ്കിലും നന്മയിലടക്ക് അള്ളാഹു ഇടയ്ക്കിടയ്ക്ക് ഓരോ ജീവിതത്തിൽ ആരോഗ്യപരമായും മറ്റുള്ള വിഷമങ്ങളായും ഇങ്ങനെ ഓരോന്ന് തരുമ്പോൾ നമ്മളതിനെപ്പറ്റി കംപ്ലയിൻറ്റ് പറയാതിരിക്കുക, ക്ഷമയോടെ അതിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുക. ബാക്കി അള്ളാഹുവിലേക്ക് തവക്കുൽ ആക്കുക ഇൻഷാ അല്ലാഹ്.